ക്രിപ്റ്റോ കറൻസി വഴിയുള്ള മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കേസിൽ അന്വേഷണം ഊർജിതമാക്കി NCB. പിടിയിലായ എഡിസൺ ഡാർക്ക് നെറ്റിലെ പ്രധാന കണ്ണിയെന്ന് NCB കെറ്റാമെലോൺ ഡാർക്ക് നെറ്റ് വഴി ഒരു മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകൾ. കുപ്രസ്ത ലഹരി വിൽപ്പന സംഘം ട്രൈബ്സീസസ് ഗ്രൂപ്പുമായും എഡിസന് അടുത്ത ബന്ധമാണുള്ളത്. പണമിടപാടിനായി ഉപയോഗിച്ചത് മോണോറോ ക്രിപ്റ്റോ കറൻസിയാണ്. 70 ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ആയിരുന്നു പിടിച്ചെടുത്തത്. അറസ്റ്റിലായ എഡിസനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സഹായിയും NCB കസ്റ്റഡിയിലുണ്ട്. മാരക ലഹരി വിൽപ്പനയിലൂടെ ഡാർക്ക്നെറ്റിലെ ലെവൽ 4 വെണ്ടറായി എഡിസൺ മാറിയിരുന്നു. വിതരണം ചെയ്യുന്ന ലഹരി മരുന്നിന്റെ വിലയും അളവും അടിസ്ഥാനമാക്കി ഡാർക്ക്നെറ്റിലെ കാർട്ടലുകൾക്ക് 5 ലെവലുകൾ വരെ നൽകിയിരുന്നു. ഇതിൽ 4 ലെവലായിരുന്നു എഡിസന് ലഭിച്ചിരുന്നത്. കെറ്റാമെലോൺ എന്ന പേരിൽ ഡാർക്ക്നെറ്റ് വഴി കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയായിരുന്നു മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ. 1127 ബ്ലോട്ട് LSD, 131 ഗ്രാം കെറ്റാമൈൻ, ക്രിപ്റ്റോ കറൻസി എന്നിവയും പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡാർക്ക്നെറ്റ് വഴി പാർസലുകൾ ഓർഡർ ചെയ്തത് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ആണെന്ന് വ്യക്തമായി. അടുത്ത ദിവസം എഡിസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ ലഹരി വസ്തുക്കളും ഡീറ്റെയിൽ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയായിരുന്നു. ജനം, കൊച്ചി.